ആഷികേട്ട ഇന്ന് പി.കെ. ശ്രീമതി ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും തനിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപം ചില മാധ്യമങ്ങൾ ചേർന്ന് നടത്തി എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഏറ്റവും സത്യസന്ധമായി മാധ്യമധർമ്മം പുലർത്തേണ്ട സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പി.കെ. ശ്രീമതി ടീച്ചർക്ക് പോലും മാനസികമായി തളർത്തുന്ന രീതിയിലൊരു വാർത്ത വരുന്നതിനെ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുക? ഇതിനു മുമ്പും പല ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വ്യക്തിയധിക്ഷേപവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മിനി എക്സ്ട്രീം വേർഷനാണ് ഇന്ന് നമ്മൾ ആ ഒരു ലൈവായിട്ട് നമ്മൾ കണ്ടത്. അതായത് CPM നേതാവും മുൻ മന്ത്രിയും അല്ലെങ്കിൽ 50 വർഷമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ പൊതുരാഷ്ട്രീയ സജീവമായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായ പി.കെ. ശ്രീമതി ടീച്ചർക്കാണ് ഇതുപോലൊരു ദുരന്തം അനുഭവപ്പെട്ടത്. അതായത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു MLA, പാലക്കാടോ തൃശ്ശൂരോ എന്ന ജില്ലകളിലുള്ള ഒരു MLAയുടെ ഭാര്യയായി വ്യാജ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കി MLA പെൻഷനും അതുപോലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാണ് ഇതുപോലെ ഓരോ പാനലുകൾ, അതെ, ഈ പാനലുകൾ അല്ലെങ്കിൽ ഈ ഓരോ ചാനലുകളിൽ നിന്ന് ഈ ടീച്ചർക്കെതിരെ അതല്ലെങ്കിൽ ഈ ഒരു പൊതുപ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഒരു വനിതയ്ക്കെതിരെ സജീവമായി വരുന്നത്. ഇതിപ്പോൾ 2-3 വർഷമായി ഇവർക്കെതിരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ അലിഗേഷൻ വെച്ച് തന്നെ ന്യൂസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ സാധാരണ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞ് ആദ്യം വിശ്വസിക്കും, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അപ്പോൾ അതാണ് നമ്മൾ ഓരോ സമൂഹത്തിലൊക്കെ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഇമ്പാക്റ്റ്. ശരിക്കും ഒരു ന്യൂസ് കൊടുത്താൽ ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ കൊടുത്താൽ ആ ഒരു വ്യക്തിത്വം, അതായത് ആ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പൂർണ്ണമായും സമൂഹത്തിൽ ഇത് ഇല്ലാതാവും, ഇറേസ് ആവും. പിന്നെ അയാൾ എത്ര നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നോക്കിയാലും അത് അയാൾക്ക് സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ആ ഒരു വാർത്ത ഈ ഒരു ജനം ആദ്യം കണ്ട വാർത്ത പിന്നീട് നിഷേധിക്കാൻ പൊതുജനങ്ങൾ താല്പര്യപ്പെട്ടു എന്ന് വരില്ല. ഇതിലിപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് ജനം TV, ഭാരത് ലൈവ്, കർമ്മ ന്യൂസ് തുടങ്ങിയിട്ടുള്ള ചാനലുകളും കണ്ണൂരിലെ സുദിനം എന്ന സായാഹ്ന പത്രത്തിനെയും സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ചാനലുകളുടെ ഒരു പൊളിറ്റിക്കൽ ടാർഗറ്റ് നടത്തിക്കൊണ്ട് ശ്രീമതി ടീച്ചർക്കെതിരെ മുന്നേറുന്നു എന്ന് നമുക്ക് പറയാം. ഇത് പൊളിറ്റിക്കൽ ടാർഗറ്റിംഗ് മാത്രമല്ല, ഈ വ്യക്തി അധിക്ഷേപവും കൂടി നമുക്ക് കാണാവുന്നതാണ്. ശരിക്കും ഒരു പെർഫെക്റ്റ് ടാർഗറ്റിംഗ് ആണ് ഈ ഒരു പി.കെ. ശ്രീമതിക്കെതിരെ ഈ സോകോൾഡ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളായിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി, ഇപ്പോൾ നമുക്ക് ഈ മീഡിയാസിന് കിട്ടുന്ന ഓരോ പോയിന്റുകളുടെയും അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻ്റെയും ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്ത് 3-4 തവണയെങ്കിലും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വാർത്ത കൊടുക്കുന്നത്. അത് ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ഇതെന്താണ് ചെയ്യുന്നത്? എവിടെ നിന്നോ കേട്ട ഏതോ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊപ്പഗണ്ട ന്യൂസുകളാണ് ഇതുപോലുള്ള പാനലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെറുതെ പടച്ചു വിടുന്നത്. ഈ കാണുന്നവരിപ്പോൾ എന്താ വിശ്വസിക്കുക? ഇപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്, ഇപ്പോൾ ഈ പറയുന്ന ഒരു ചാനലിലെ നോട്ടിഫിക്കേഷൻ വരികയാണ്, ഇതുപോലെ ശ്രീമതി ടീച്ചർ MLA പെൻഷൻ വാങ്ങി വ്യാജ ഡോക്യുമെൻ്റ് നൽകി MLA പെൻഷൻ വാങ്ങി സുഖജീവിതം നയിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അവർ CPMകാരല്ലേ, അവർക്ക് ഭരണത്തിലുണ്ടായിരുന്നതല്ലേ, അവരതെല്ലാം അതിനപ്പുറം ചെയ്യും. അങ്ങനെ ആ ഒരു നറേറ്റീവിൽ നമ്മൾ വിശ്വസിച്ചു പോകും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു കൃഷ്ണൻ എന്നുള്ള ഒരു MLA ഉണ്ടായിരുന്നില്ല. അതെ, PR കൃഷ്ണൻ എന്ന ഒരു പേരിൽ ഈ തൃശ്ശൂരോ പാലക്കാടോ ഒരു MLA ഉണ്ടായിരുന്നില്ല എന്ന് പോലും ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതും ഏറ്റവും അപകടമായിട്ടുള്ള ഒരു കാര്യം, ശ്രീമതി ടീച്ചർ തന്നെ പറയുന്നുണ്ട്, 2 പെൺകുട്ടികളാണ് വാർത്ത അവതരിപ്പിക്കുന്നതും വിശ്വസിക്കുന്ന രീതിയിലാണ്, അതായത് അത്രയും വിശ്വസനീയമായി ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വാർത്തയുൾപ്പെടെ പടച്ചുവിടുന്നത്. അതെ, അതാണ് ആ ഒരു ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനലിന്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ്. അതായത് പെൺകുട്ടികളെ കൊണ്ട് ഈ ഒരു വനിതാ വ്യക്തി അധിക്ഷേപം, സ്ത്രീ അധിക്ഷേപം നടത്തിയാൽ അതിന് മാർക്കറ്റ് വാല്യൂ കൂടും. 2 പെൺകുട്ടികൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഈ ഒരു പി.കെ. ശ്രീമതി ടീച്ചർ എന്ന ഒരു വനിതയെക്കുറിച്ച് ഈ അലിഗേഷൻസ് പറയുമ്പോൾ അതിൽ കാണാനുള്ള ആൾക്കാരുണ്ടാവും. അതെ, ഇവർ പറയുന്ന പോയിന്റുകൾ അനുസരിച്ച് ഇവരെ വിലയിരുത്താനും ഉള്ള ഓഡിയൻസ് ഈ ഒരു ചാനലുകൾക്കുണ്ട്. അത് ഈ ഒരു 10 പേർ കണ്ട് 100 പേരിലേക്ക് ഷെയർ ചെയ്താൽ ഈ ഒരു വാർത്തയ്ക്ക് ക്രെഡിബിലിറ്റി കൂടുതൽ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ ഒരുപക്ഷെ ഇതുപോലെ ഈ കുട്ടികൾക്ക് ഇത് ജസ്റ്റ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമായിരിക്കാം, ഇതുപോലെ നിങ്ങൾ ഈ ഒരു ന്യൂസ് പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് പഠിക്കണം, എന്നിട്ട് അതെ ഇത് നിങ്ങൾ ഈ ഒരു ആംഗിളിൽ
പ്രസന്റ് ചെയ്യുക. അത് അവരുടെ ആ ഒരു ചാനലിന്റെ മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തെ തുടർന്ന് ആ പെൺകുട്ടികൾ ഇരുന്ന് പഠിക്കുന്നു. ഈ ഒരു ടീച്ചറെ കുറിച്ച് മാന്യമല്ലാത്ത രീതിയിൽ വളരെ തീരെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള പ്രസന്റേഷൻ ചെയ്യുന്നു. അതും എന്നെയൊക്കെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, പി കെ ശ്രീമതി ടീച്ചർ വിതുമ്പി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് നമ്മൾക്ക് വളരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലേക്ക് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് മാറുമ്പോൾ മാധ്യമധർമ്മം എവിടെയെങ്കിലുമൊക്കെ നിലച്ചു പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയേ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്ന് അടവെച്ച് വിരിയിക്കുന്ന സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന ജേർണലിസ്റ്റുകൾ, അതായത് ഇനി പുതിയ ചാനലുകളിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സംരംഭം നടത്താനോ തുടങ്ങുന്ന ജേർണലിസ്റ്റുകളായിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഇതൊരു പാഠമാണ്. കാരണം എങ്ങനെയെല്ലാം ന്യൂസ് കൊടുക്കരുതോ അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഒരു പ്രസൻറ്റേഷൻ ചെയ്യരുതോ എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം ഈ ഒരു ചാനലുകൾ, അതായത് കർമ്മ ന്യൂസ് കൂടാതെ ഈ ഒരു മെയിൻ സ്ട്രീം ചാനലായിട്ടുള്ള ജനൻ TV വരെ ഈ ഒരു അവരുടെ രാഷ്ട്രീയം ഈ വിഷയത്തിൽ കുത്തിക്കയറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു പി കെ ശ്രീമതി ടീച്ചറിൻ്റെ ഈ രാഷ്ട്രീയം എന്തോ ആവട്ടെ, അതൊന്നും മാറ്റി വെച്ചിട്ട് ഇവർ ഒരു വനിതയാണ്, അല്ലെങ്കിൽ ഈ ഒരു മീഡിയക്ക് കിട്ടുന്ന വിഷയം ജെനുവിൻ ആണോ അല്ലെങ്കിൽ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെയാണ് ഇവർ ആ ഒരു പൊളിറ്റിക്കൽ അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ എനിമിറ്റി തീർക്കുന്നത്. അപ്പോൾ അവിടെ തകരുന്നത് പി കെ ശ്രീമതി ടീച്ചർ എന്നുള്ള അവരുടെ 50 വർഷത്തെ പൊതുപ്രവർത്തകയായിട്ടുള്ള അവരുടെ ക്ലീൻ ഇമേജാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതിച്ഛായയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ CJP ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി സംസാരിക്കുന്ന ഘട്ടമാണ്. ഇപ്പോഴേക്കും മുഖ്യധാരാ മാധ്യമങ്ങൾ, നാഷണൽ ലെവലിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു സമയവും കൂടെയുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ കൊടുത്തുകൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി നേടാനുള്ള ഒരു ഓട്ടത്തിൻ്റെ പുറകിൽ ഇപ്പോൾ ഒരു തലത്ത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അപ്പാടെ അവരുടെ എല്ലാ കാര്യങ്ങളെയും അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്ന ഗൂഡി മീഡിയയെ കാണാൻ സാധിക്കും. കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരു പ്രൊപ്പഗാൻഡ ബേസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അതിക്രമിക്കുന്ന രീതിയിലേക്ക് എത്രയും കള്ളവാർത്ത ഏത് രീതിയിലൊക്കെ പടച്ചുവിടാവോ ആ രീതിയിലേക്ക് കൊടുക്കുന്ന തലം കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആ ചാനലുകൾക്ക് ഫണ്ടിങ് നൽകുന്നത് ആരാണ് എന്നതിൻ്റെ, അല്ലെങ്കിൽ ആ ഫണ്ടിങ് നൽകുന്നവരുടെ സ്ഥാപിതമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ചാനലുകളുടെ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവർ ആ ഒരു ചാനലിന്റെ എഡിറ്റോറിയൽ പോളിസിക്ക് അനുസരിച്ചാണ് അവർ വീഡിയോ കണ്ടന്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിപ്പോൾ പുറമേ വന്ന ആരെങ്കിലും ഇത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ഈ ജസ്റ്റ് കമന്റോ അല്ലെങ്കിൽ ഇതുപോലൊരു പോസ്റ്റിൽ തീർന്നു, അല്ലാതെ അവർക്കെതിരെ നിയമ നടപടി ആരും സ്വീകരിക്കില്ല എന്ന ഒരു കോൺഫിഡൻസിലാണ് ഇവർ ഇപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പല രീതിയിലും ഇതുപോലുള്ള കർമ്മ ന്യൂസ് അല്ലെങ്കിൽ ജനൻ TV കൂടാതെ ഇപ്പോൾ കണ്ണൂരിലെ അന്തിപത്രമായ സുദിനം ഇതുപോലുള്ള പത്രങ്ങളിൽ മീഡിയാസിലെല്ലാം തികച്ചും വസ്തുതാവിരുദ്ധമായുള്ള കാര്യങ്ങളെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഒന്നും നിയമ നടപടിക്ക് ആരും പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷെ അതിവിടെ തെറ്റി. കാരണം വ്യക്തമായ തെളിവുകളോടെ ഈ ശ്രീമതി ടീച്ചർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇവർക്കെതിരെയുള്ള എന്തെല്ലാം നടപടി സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കുമെന്നുള്ളൊരു പൊതുജനത്തിൻ്റെ സപ്പോർട്ട് കൂടി ഇപ്പോൾ ശ്രീമതി ടീച്ചർക്കുണ്ട്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ പറയുന്നത് 17-ാം വയസ്സ് മുതലേ ഇങ്ങനെ സ്കൂൾ മുതൽക്കേ തന്നെ ഇതിലൊക്കെ ഉള്ളതാണ്, അധ്യാപിക രംഗത്തും ഉണ്ട്, എൻ്റെ ഭർത്താവിനും അധ്യാപക പെൻഷനുണ്ട്, അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിൽ ശ്രീമതി ടീച്ചർ കൃത്യമായി ഒരു നിലപാടെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എല്ലാം വസ്തുത നിരത്തിക്കൊണ്ട്, ഫാക്ട്സ് നിരത്തിക്കൊണ്ട് സംസാരിക്കേണ്ട മാധ്യമങ്ങളുടെ ധർമ്മം അധപ്പതിക്കുന്ന രീതിയിലേക്ക് ചില മാധ്യമങ്ങളെങ്കിലും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വ്യക്തി അധിക്ഷേപത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് സത്യമായ വാർത്ത സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് കൊടുക്കണം എന്നാണ് പറയാൻ പറ്റുന്നത്.